അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് റജബ് മാസം 26 തിങ്കളാഴ്ച. ഇന്ന് മഗ്രിബോടടുത്ത് നമ്മുടെ റജബ് 27ാമത്തെ രാവിലേക്ക് നമ്മൾ എല്ലാവരും പവിത്രമായ മിഹ്റാജ് രാവിലേക്ക് കടക്കുകയാണ്. ദുഹാക്ക് ഉത്തരമുണ്ടെന്ന് ഇമാമിങ്ങൾ പഠിപ്പിച്ച പുണ്യമേറും രാവിൽ നിങ്ങളുടെ വിലയേറിയ ദുഹായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ എൻ്റെ ദുഹായിൽ നിങ്ങൾക്കും കൂടെ ഞാനും ദുഹാ ചെയ്യാം. ഇന്ന് നമുക്ക് ഒരുപാട് ദിക്റുകൾ ചൊല്ലേണ്ട ഒരു ദിവസമാണ്. ദിക്റുകളും ദുഹാകളും നമ്മൾ അധികരിപ്പിക്കേണ്ട ദിവസമാണ്. ഈ സ്ക്രീനിൽ കാണുന്ന ഈ ദിക്ർ നമ്മൾ ഇന്ന് എല്ലാവരും നിർബന്ധമായിട്ടും ഇന്ന് നമ്മൾ ചൊല്ലിയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ മാത്രം ചൊല്ലിയാൽ പോലും നമ്മുടെ വീട്ടിലെ മക്കളും നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അവരെയും കൂടെ നമ്മൾ ചൊല്ലിപ്പിക്കണം. നമ്മുടെ മക്കൾ ചെറുതാണെന്ന് വിചാരിച്ച് നമ്മളിപ്പോഴേ അവരെ വിട്ടുകൊടുക്കരുത് കേട്ടോ. മക്കൾക്കും കൂടെ നമ്മൾ ഇതിൻ്റെ പ്രാധാന്യം മഹത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വേണം നമ്മൾ അവരെ ഇരുത്തിയിട്ട് ഒരുപാട് പ്രാവശ്യം അവർക്ക് 100 പ്രാവശ്യമൊക്കെ ചെല്ലാൻ കഴിയാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ, കുറച്ച് വലുതായ മക്കളാണെങ്കിൽ നമ്മൾ നിർബന്ധിപ്പിച്ച് ചെല്ലിപ്പിക്കണം കേട്ടോ. എന്നാലും അടുത്ത റജബ് വരുമ്പോൾ തന്നെ നമ്മുടെ മക്കളത് താനെ അത് ചെല്ലാനുള്ളൊരു മനസ്സും ഒരു യുക്തിയൊക്കെ അവർക്കുണ്ടാവും. അതല്ല ചെറിയ മക്കളാണെങ്കിൽ 10 പ്രാവശ്യത്തിന് കഴിയുന്ന മക്കളാണെങ്കിൽ 10 പ്രാവശ്യം ചൊല്ലിപ്പിക്കുക. അതല്ലെങ്കിൽ 21, 33 അങ്ങനെയൊക്കെ നമുക്കൊരു കണക്കെടുത്ത് നമ്മൾ തന്നെ ഉറപ്പിച്ചിട്ട് അത് നമ്മൾ ചൊല്ലുന്ന സമയത്ത് നമ്മളിലേക്ക് അവരെയും കൂടെ ക്ഷണിച്ചിട്ട് നമ്മൾ ചൊല്ലാനായിട്ട് നമ്മൾ കൂട്ടണം കേട്ടോ. അപ്പോൾ നമ്മൾ മാത്രം ചൊല്ലിയാൽ പോരല്ലോ, നമ്മുടെ മക്കളും കൂടെ നമ്മളെ പോലെ തന്നെ ആയി വരണ്ടേ. അപ്പോൾ അതിനും കൂടെ നമുക്ക് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ കേട്ടോ. പിന്നെ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി തുടങ്ങുന്ന ഈ ദിക്ർ നമ്മൾ എന്നും നമ്മൾ പതിവാക്കുകയാണെങ്കിൽ അത്രത്തോളം നമുക്കിതിന് മഹത്വങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ഒരു വട്ടം ചൊല്ലിയാൽ തന്നെ നമുക്കിതിന് സ്വർഗത്തിൽ അല്ലാഹു ഒരു വൃക്ഷം നട്ടുപിടിപ്പിക്കുന്ന അത്രയും ഒരു ഇതുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ നമ്മളിത് പതിവാക്കി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ മരണം സമയത്ത് ഈമാൻ സലാമത്താവുകയും സ്വർഗപ്രവേശനത്തിന് കാരണമാവുകയും ചെയ്യുന്നതാണ് പറയുന്നത്. അത് മതിയിൽ നമുക്ക്. അപ്പോൾ എല്ലാവരും ഈ ഒരു പുണ്യപ്രവർത്തനം ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം.